ഹൈ ട്രേഡേഴ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ്, പക്ഷേ പോസിറ്റീവ് കൺസോൾട്ടേഷൻ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നത്. ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെ അവഗണിച്ച് ഇന്നലെ US മാർക്കറ്റ് പോസിറ്റീവായ രീതിയിലാണ് റിയാക്ട് ചെയ്യപ്പെട്ടത്. നാസ്ഡാക്കും ഡോയും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തപ്പോൾ യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിരുന്നു. ഈവൻ ഇന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ്, അതായത് US ഫ്യൂച്ചറും യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായ നിലയിൽ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി കൺസോൾട്ടേഷൻ, പോസിറ്റീവ് കൺസോൾട്ടേഷൻ 77 പോയിന്റ് നിഫ്റ്റി ഉയർന്ന് 24,600 നിഫ്റ്റി ഇന്ന് ക്ലോസ് നടത്തിയിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് ദിവസം ഒന്ന് കണ്ടുവരാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. മാർക്കറ്റ് ഇന്നലത്തെ ലോ, അതായത് വീക്ക്ലി ലോ ആണ്. അതിന്റെ പരിസരത്തേക്കൊന്നും മാർക്കറ്റ് പോയില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം സ്ലൈറ്റ്ലി ഒരു ഫോള്, പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ഉയർന്നു. 24,612. അവസാന സമയത്ത് ചെറിയൊരു സെൽ ഓഫ് കണ്ട നിലയിലാണ് നിഫ്റ്റി ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ട്രേഡ് ചെയ്ത 3 യൂറോപ്യൻ മാർക്കറ്റ്, ഇതിൽ ജർമ്മൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, UK മാർക്കറ്റ് ഉണ്ട്. മൂന്നും പോസിറ്റീവാണ്. ഇന്ന് ഇന്ത്യ വിക്സ് 5% ക്രാഷ് ചെയ്ത് ഏറെ നാളുകൾക്ക് ശേഷം ഇന്ത്യ വിക്സ് 16 താഴെ വന്നു. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ്, കോസ്പി കൊറിയ, ഷാങ്ഹായ് ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവാണ്. ഗോൾഡ് $7 പെർ ഔൺസിന് ഇടിഞ്ഞു. ബ്രന്റ് ഓയിൽ 65. ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് മാർക്കറ്റിലുള്ള വൺ ലൈനായിട്ട് പറയാനാണെങ്കിൽ. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഫുഡ് ഡെലിവറി കമ്പനീസ് ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സ്വിഗ്ഗി 9%, കൂടാതെ തന്നെ സൊമാറ്റോ 3% റാലി. HDFC ബാങ്കും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. HDFCയുടെ ഫിൻ IPO സെബി അപ്രൂവ് കൊടുത്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ആദിത്യ ബിർള ഫാഷൻ ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇന്ന് 10% ഫോൾ ഉണ്ടായി. ഷിപ്പിംഗ് കമ്പനീസ്, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സും കൊച്ചിൻ ഷിപ്പ് യാർഡും എല്ലാം തന്നെ ബൈയിങ് മൊമെന്റം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. കൂടാതെ ഇന്ന് ഈ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ്, റെയിൽടെൽ, RVNL പോലെയുള്ള കമ്പനീസും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. സ്പാർക്ക് കമ്പനി, സൺ ഫാർമ അഡ്വാൻസ് റിസർച്ച് കമ്പനി ഇന്ന് ഏകദേശം ഒരു 18% അടുത്ത് ഫോള് രേഖപ്പെടുത്തി. അപ്പോൾ ഇവരുടെ പുതിയ മെഡിസിൻ്റെ ക്ലിനിക്കൽ ട്രയല് അത് എക്സ്പെക്ട് ചെയ്ത പോലെ വന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഇന്ന് ഫോളോ ആയത്. ടാറ്റ മോട്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ടാറ്റ മോട്ടേഴ്സിന്റെ ഹാരിയർ EV അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. വളരെ കിടിലൻ ഫീച്ചറാണുള്ളത്. കാറ് വാങ്ങാൻ പ്ലാനുള്ള ആളുകൾ ജസ്റ്റ് ഇത് അറിഞ്ഞതിന് ശേഷം വാങ്ങുക. കാരണം കേട്ടിടത്തോളം ഏകദേശം ഒരു 500 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ഉണ്ട്, 4 വീൽ ഡ്രൈവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അന്ന് ഫോക്കസ് ചെയ്തതിന് ശേഷം കാർ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ഹോൾഡ് ചെയ്യുക. കോവിഡ് അപ്ഡേറ്റ് ആണ്. കോവിഡ് ഗുജറാത്തിലും മഹാരാഷ്ട്ര കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു, ബാംഗ്ലൂരിലും എല്ലാം തന്നെ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ ഗവൺമെൻറ് പതിയെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഓൾറെഡി തന്നെ വാക്സിൻ എടുത്ത ആളുകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പൊതുവേ നമുക്ക് ആരോഗ്യ വകുപ്പ് തരുന്ന അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നിർദ്ദേശമെങ്കിലും ജാഗ്രത പാലിക്കുക നല്ലതാണ്. കാരണം കഴിഞ്ഞ 2 ആഴ്ച മുമ്പൊക്കെ പനി പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ്. മഴക്കാലമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള രോഗങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇനി നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് PCR അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 0.6 ആണ്. ഒരു മൊമെന്റം കോൾ സൈഡിലേക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഷോർട്ട് കവറിംഗ് റാലി എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ സ്റ്റിൽ കോൾ സൈഡിൽ അഗ്രസീവായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. 25,000 തന്നെയാണ് മേജർ റെസിസ്റ്റൻസ് സോണുകൾ ഉള്ളത്. 25,500 കുറച്ച് സേഫ് സോൺ ആഗ്രഹിക്കുന്ന ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഈ മാർക്കറ്റ് തിരികെ കയറുമ്പോൾ കോൾ സൈഡിലെല്ലാം തന്നെ പ്രീമിയം ശക്തമായിട്ട് മുകളിലേക്ക് വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഇൻഡെക്സ് ആണ്. ഒറ്റ ഇൻഡെക്സ് ആണ് ഉള്ളത്. എല്ലാ ആളുകളും നിഫ്റ്റിയിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൈയിങ് ഒക്കെ വളരെയധികം ക്രൂഷ്യലായ ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് നിഫ്റ്റിയിൽ ബൈയിങ്. നേരെ സ്റ്റോക്കുകളുടെ സ്പെസിഫിക് ന്യൂസുകളിലേക്ക് പോകാം. ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കമ്മോഡിറ്റി, ഇതെല്ലാം കൊച്ചിയുടെ നമ്മുടെ ഓഫീസിലിരുന്ന് ഒരു സ്റ്റോപ്പ് ലോസിന് വേണ്ടി വരുന്ന തുകക്ക് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാം. ഇനി വരാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്കും വീട്ടമ്മമാർക്കൊക്കെ ഓൺലൈനായിട്ട് പഠിക്കാം. ഫസ്റ്റ് കമന്റിൽ നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബന്ധപ്പെടുക. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യമുള്ളത് KEC ഇന്റർനാഷണൽ 2211 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ടെക്സ്മാക്കോ റെയിൽ കമ്പനി, ഇവർക്ക് മുംബൈ റെയിൽവേ വികാസ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് 122 കോടി രൂപയുടെ ഓർഡർ കിട്ടി.
ആൽക്കം ലാബ് കമ്പനി പ്രൊമോട്ടേഴ്സ് ഏകദേശം 1.4% ഇക്വിറ്റി, ഏകദേശം 800 കോടി രൂപ പുറത്തു വരുന്ന സ്റ്റേക്ക് ബ്ലോക്ക് ഡീലിലൂടെ വിറ്റു മാറുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഡിക്സൺ ടെക് കമ്പനി, ഇവർ ചൈനീസ് കമ്പനിയായിട്ട് ഒരു പുതിയ ഡിസ്പ്ലേ മൊഡ്യൂൾ ബിസിനസ് ചെയ്യാനായിട്ട് ഗവൺമെന്റിനോട് അനുവാദം ചോദിച്ചു എന്നുള്ള ന്യൂസ്. IX ഇവരുടെ ഇലക്ട്രിസിറ്റി ട്രേഡ് വോളിയെല്ലാം തന്നെ 14% ഒരു റാലി ഗ്രോത്ത് ഉണ്ടായി എന്ന് ഉള്ള ന്യൂസ്. ഗ്ലാൻഡ് ഫാർമ കമ്പനി പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കൊടുത്തു എന്നുള്ള ന്യൂസ്. ചെന്നോ പെട്രോളിയം കമ്പനി 400 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടി എന്നുള്ള ന്യൂസ്. ഫോഴ്സ് മോട്ടേഴ്സ് ഇവരുടെ സെയിൽസ് 2599 കോടി രൂപയിൽ നിന്ന് 3000 കോടി രൂപയിലേക്ക് ഉയർത്താൻ പറ്റി എന്നുള്ള ന്യൂസ് ഉണ്ട്. BL കമ്പനിക്ക് 6 കോടി രൂപയുടെ ഓർഡറുകളാണുള്ളത്. ഇനി നമ്മുടെ ചാനൽ നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. പറയുമ്പോൾ പെട്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ പുറകിൽ നല്ല ഹോംവർക്ക് തന്നെയുണ്ട്. ഇനി ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ചിന്താ വിഷയം, ഇന്നൊരു ഓഫീസിൽ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഏറെ നാളുകളായിട്ട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പുള്ളിക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. റിസൾട്ട് എന്ന് പറയുമ്പോൾ ഭീകര പ്രോഫിറ്റ് അല്ല, റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ പുറകിലുള്ള ഒരു വശം എന്ന് പറയുന്നത് നമ്മളൊരു ഹാബിറ്റ്, അത് എന്ത് തരം ഹാബിറ്റ് ആയാലും 21 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറും. അതായത് 21 ദിവസം നിങ്ങൾ ജിമ്മിൽ പോയാൽ 22ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി ജിമ്മിൽ പോയില്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് മോശം ശീലം കേട്ടോ. ഒരു മോശമായ ഒരു ശീലം നമ്മൾ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് അഡിക്റ്റായി. എന്ത് മോശം ശീലവും അതുപോലെ തന്നെ നല്ല ശീലവും. അപ്പോൾ അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിലേക്ക് ഇത് ബന്ധപ്പെടുത്തുമ്പോൾ, ട്രേഡിങ്ങിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ റൂള്, എൻ്റെ ട്രേഡിങ് എൻട്രി അതിൽ നിന്ന് പിന്മാറാതെ അത് മാത്രം ഒരു മാസം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ കുറവുകളും പ്രശ്നങ്ങളും നമുക്ക് തന്നെ അത് റിയലൈസ് ചെയ്ത് നമുക്ക് റിയലൈസ് ആവും. കാരണം നമ്മളൊരു കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് സ്ട്രാറ്റജീസ് പഠിക്കും. ഇതിൽ ഏത് എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, എൻ്റെ ഒരു മെൻ്റൽ നില വെച്ച്, എൻ്റെ ട്രേഡിങ്ങിലേക്ക് ഞാൻ കൊടുക്കുന്ന സമയം വെച്ച്, എൻ്റെ ഒരു ക്യാപിറ്റൽ വെച്ച്, എൻ്റെ റിസ്ക് അപ്പറ്റിറ്റിസ് വെച്ചിട്ട്, എൻ്റെ ഒരു സ്വഭാവ സവിശേഷത വെച്ചത്. കാരണം എൻ്റെ സ്വഭാവ സവിശേഷത തീർച്ചയായിട്ടും ഈ ഒരു ട്രേഡിങ്ങിൽ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ അത് നമുക്കറിയാലോ, നമ്മുടെ കുറവുകളും നമ്മളുടെ മേന്മകളും നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് ഒരു ഒരു സ്ട്രാറ്റജി നമ്മൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് അതിൻ്റെ കുറവുകളും മേന്മകളും നമ്മൾ തന്നെ അത് റിയലൈസ് ചെയ്ത് നമുക്കത് നമ്മളുടെ ശൈലിയായിട്ട് ജെല്ലാവുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് സ്ഥിരമായിട്ട് കുറച്ച് നാളൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. അതിനുശേഷം പറ്റിയില്ലെങ്കിൽ വിട്ടേക്കാം. അല്ലാതെ 1-2 ദിവസം മാത്രം അത് ഫോളോ ചെയ്താൽ അതിൻ്റെ കുറവുകളൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം നമ്മളുടെ ആത്മാവിലേക്ക് ആ ഒരു സ്ട്രാറ്റജി ജെല്ലാവണം, അതിന് സമയമെടുക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ഔട്ട് ഓഫ് ബോക്സ് ചിന്താ വിഷയം. നാളെ രാവിലെ 7:00 എത്താം. താങ്ക് യു ഓൾ.